നമസ്കാരം. ഭാരത് ലൈവിലേക്ക് സ്വാഗതം. നമസ്കാരം. ഈ ലോക്സഭയിൽ അതായത് കോൺഗ്രസിൻ്റെ എംപിമാർ മാത്രമായിട്ട് 25 എംപിമാരും രാഹുൽ ഗാന്ധിയും കൂടി പ്രധാനമന്ത്രി വസതിയിലേക്ക് മാർച്ച് നടത്തുന്നു. തൊട്ട് പിറ്റേ ദിവസം ലോക്സഭ ചേരുന്നു. അവിടെ വെച്ച് അഖിലേഷ് യാദവും KC വേണുഗോപാലും കൂടി എന്തൊക്കെയോ കശപിശം ഉണ്ടായിരുന്നൊരു വാർത്ത ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട്. പക്ഷെ പുറത്തിറങ്ങിയപ്പോൾ അഖിലേഷ് യാദവ് അത് സഭയ്ക്കുള്ളിലെ കാര്യമല്ലേ എന്നൊക്കെ പറഞ്ഞ് തണുത്ത് പോകുന്നുണ്ട്. ശരിക്കും ഇവർ തമ്മിൽ രാഷ്ട്രീയം പഠിപ്പിക്കണോ വേണ്ടയോ, ആര് പഠിപ്പിക്കണം, എന്നെ പഠിപ്പിക്കണോ എന്നൊക്കെ പറഞ്ഞ് ഇവർ തർക്കിച്ച് മാറിയതാണോ? അല്ല, ഈ നമ്മളെപ്പോഴും സഭയിൽ പ്രതിപക്ഷവും ഭരണപക്ഷവും തയ്യാറെടുത്താണ് വരുന്നത്. അപ്പോൾ പ്രതിപക്ഷം എന്തൊക്കെ വിഷയങ്ങൾ ഉന്നയിക്കണം, എങ്ങനെ ഉന്നയിക്കണം, ആരൊക്കെ സംസാരിക്കണം, അതിൻ്റെ പുറത്ത് ചർച്ച വരുമ്പോൾ അതിൽ ആരൊക്കെ പങ്കെടുക്കണം, ഇങ്ങനെയൊക്കെയുള്ള എല്ലാ കാര്യങ്ങളും മുൻകൂട്ടി പ്ലാൻ ചെയ്യും. അതുപോലെ തന്നെ ഭരണപക്ഷവും നിയമസഭയിൽ നമ്മൾ കണ്ടിട്ടുള്ളതല്ലേ ഇതൊക്കെ. ഭരണപക്ഷത്തു നിന്ന് ആരാണ് ഇതിനെ എതിർക്കേണ്ടത്, പ്രതിപക്ഷത്തിൻ്റെ ചോദ്യങ്ങളെ എങ്ങനെ നേരിടണം, എന്ത് മറുപടി കൊടുക്കണം എന്നൊക്കെയുള്ളത് ഇപ്പോൾ ഒരു വകുപ്പിനെ കുറിച്ചാണ്, ഒരു മന്ത്രിക്ക് നേരെയാണ് ആരോപണമെങ്കിൽ, അല്ലെങ്കിൽ മന്ത്രിക്ക് നേരെയാണ് സബ്മിഷനോ ക്വസ്റ്റ്യൻ ആൻസറോ എന്ത് വേണമെങ്കിലും ആകട്ടെ, അതിൻ്റെ പുറത്ത് അല്ലെങ്കിൽ അടിയന്തര പ്രമേയം വരുന്നു, ഇതൊക്കെ നേരത്തെ പ്ലാൻ ചെയ്യും രണ്ട് കൂട്ടരും. അപ്പോൾ ഇവിടെ ഈ നമ്മുടെ കോൺഗ്രസ് അപ്പോൾ ഒരു സഭ നടക്കുന്ന കാലത്ത് സഭയ്ക്കകത്തും പുറത്തും സമരപരിപാടികൾ ആസൂത്രണം ചെയ്യും പ്രതിപക്ഷം. അപ്പോൾ പുറത്തും അതെങ്ങനെ വേണം, ആരൊക്കെയായിട്ട് അത് മുന്നോട്ട് പോകണം. അപ്പോൾ അതൊരു മുന്നണി സംവിധാനമാകുമ്പോൾ കുറേ കൂടെ സങ്കീർണമാകും വിഷയങ്ങൾ. മറ്റതൊരു പാർട്ടിക്കുള്ളിൽ പറഞ്ഞാൽ മതി. അപ്പോൾ അഥവാ ഒരു പാർട്ടിക്കുള്ളിൽ തന്നെ ആരെങ്കിലും ഒരാൾ ഒരു അബദ്ധം കാണിച്ചു, അല്ലെങ്കിൽ എന്തെങ്കിലും എടുത്തിയാടി ഒരു പ്രസംഗം നടത്തി, അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞു, അത് പാർട്ടിക്കുള്ളിൽ അങ്ങ് തീരും. എന്തെങ്കിലും ഒരു രഹസ്യ ശാസനയോ എന്തെങ്കിലുമൊക്കെ കൊടുത്ത് അതങ്ങ് തീരും. പക്ഷെ അത് മുന്നണിയിലേക്ക് വരുമ്പോൾ കുറേ കൂടെ സങ്കീർണമാണ്. മുന്നണികളെന്ന് പറഞ്ഞാൽ വിവിധ പാർട്ടികൾ ചേരുന്നതാണ്. അങ്ങനെ പാർട്ടികൾ ചേർന്ന് വരുന്ന മുന്നണിയിൽ ഒരു പരസ്പര ധാരണ വേണം. എന്ത് പറയണം, ഇപ്പോൾ ABCD എന്ന് 4 കക്ഷികളുണ്ടെന്നിരിക്കട്ടെ. എന്ത് പറയണം, എന്ത് പ്രവർത്തിക്കണം, B എങ്ങനെയായിരിക്കണം, C എങ്ങനെയായിരിക്കണം, D എന്താണ് ചെയ്യേണ്ടത്, സഭയ്ക്കകത്ത് എങ്ങനെയായിരിക്കണം, സഭയ്ക്ക് പുറത്ത് എങ്ങനെയായിരിക്കണം. ഇനി സഭയ്ക്കകത്ത് ഈ വിഷയം ഉന്നയിക്കുമ്പോൾ Dയും Cയും ചേർന്ന് സഭയ്ക്ക് പുറത്ത് പ്രക്ഷോഭം നടത്താം. ഇങ്ങനെയൊക്കെയുള്ള പല ധാരണകൾ ഇവർ നേരത്തെ ഉണ്ടാക്കും. പക്ഷെ ആ ധാരണകൾ തെറ്റുമ്പോഴാണ് ഇവർക്ക് ബുദ്ധിമുട്ട് വരുന്നത്. ഇവിടെ ഇപ്പോൾ ഈ അഖിലേഷ് യാദവ് പറയുന്നതിനകത്ത് കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം പ്രതിപക്ഷ കക്ഷികൾ, വിവിധ പാർട്ടികൾ ഒത്തുചേർന്ന് നിന്നുകൊണ്ട് ഇപ്പോൾ പ്രസിഡൻറ്റിന് നിവേദനം കൊടുക്കുന്നു, ഈ നീറ്റ് പരീക്ഷയ്ക്കെതിരെ സമരം, ഇതൊക്കെ അവർ പ്രതിപക്ഷത്തിൻ്റേതായ ഒരു രീതിയിൽ ഈ കക്ഷികളെല്ലാം കൂടെ ചേർന്ന്, ഇന്ത്യ സഖ്യത്തിലെ കക്ഷികളെല്ലാം കൂടെ ചേർന്ന് പ്ലാൻ ചെയ്തതാണ്. എന്നിട്ട് അതിനിടയ്ക്ക് വളരെ പെട്ടെന്ന് ആ പ്ലാനിങ്ങിനെ എല്ലാം അതിനെ വകവയ്ക്കാതെ, അല്ലെങ്കിൽ അതിനെ മറികടന്നുകൊണ്ടൊരു നീക്കം നടത്തുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് ബുദ്ധിമുട്ട് വരും, അല്ലേ? അത് ചെയ്യാൻ പാടില്ല. അങ്ങനെ ഒരു പരസ്പര ധാരണയോടെ വേണം കക്ഷികൾ പോകേണ്ടത്. ഇവിടെ അതാണ് സംഭവിച്ചത്. കാരണം രാഹുൽ ഗാന്ധി വളരെ പെട്ടെന്ന് പോയിട്ട് പിന്നെ പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ ധർണ ഇരിക്കുക, അവിടേക്ക് അതിക്രമിച്ച് കടക്കാൻ ശ്രമിക്കുക, ഇതൊക്കെ നിയമവിരുദ്ധമായ കാര്യങ്ങളാണെന്ന് എല്ലാവർക്കും അറിയാം, രാഹുൽ ഗാന്ധിക്കും അറിയാം. അപ്പോൾ അതാണ് അഖിലേഷ് യാദവ് ചോദ്യം ചെയ്തുകൊണ്ട് ഈ രംഗത്ത് വന്നത് വാസ്തവത്തിൽ. പക്ഷെ അതിന് ഒപ്പം തന്നെ അതിൽ ഇവർ പറഞ്ഞത്, ഈ പ്രതിപക്ഷം ആവശ്യപ്പെട്ടത്, 1 ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, 2 നീറ്റ് വിഷയത്തിൽ ചർച്ച. ഇതിൽ നീറ്റ് വിഷയത്തിലെ ചർച്ചയാണ് അവർ ആദ്യം മുന്നോട്ട് വെച്ചത്. അപ്പോൾ നീറ്റ് ക്രമക്കേടിനെ കുറിച്ചൊരു ചർച്ച നടത്തി ഭരണപക്ഷത്തിന് പറയാനുള്ളതും കൂടെ കേട്ടിട്ട് അതിനനുസരിച്ച് തന്ത്രങ്ങൾ മെനയുക. അപ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് എങ്ങനെ സമ്മർദ്ദം ചെലുത്തണം എന്നുള്ളത് ഇവർക്ക് കുറേ കൂടെ ഒരു വ്യക്തത വരും. അപ്പോൾ ഈ 2 കാര്യങ്ങളെ ചൊല്ലി ഒരു ധാരണ ഇവരുണ്ടാക്കിയിരുന്നു. ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി, നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ ചർച്ച. അപ്പോൾ പ്രതിപക്ഷം മൊത്തത്തിൽ അവർ തീരുമാനിച്ചു, നീറ്റ് പരീക്ഷാ ക്രമക്കേടിലെ കാര്യങ്ങൾ ചർച്ച നമുക്ക് ആദ്യം നടത്താം.
അതിനുശേഷം ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിക്ക് ആവശ്യം ഉന്നയിക്കാം. അതിനകത്തൊരു ലോജിക്കുണ്ട്. അപ്പോൾ ഈ നമുക്കറിയാം പ്രതിപക്ഷത്തെ അനുഭവ സമ്പത്തുള്ള എം പിമാർ, ഇപ്പോൾ ശശി തരൂരിനെ പോലെ, ശശി തരൂർ കഴിഞ്ഞ 15 വർഷമായിട്ട് എം പിയാണ്. അപ്പോൾ ശശി തരൂരിനെ പോലെയുള്ള ആൾക്കാർ, അല്ലെങ്കിൽ മറ്റ് മുതിർന്ന ആൾക്കാർ, ഇപ്പോൾ രാജ്യസഭയിലാണെങ്കിൽ മല്ലികാർജുന ഖാർഗെ പോലെയുള്ള സഭയിൽ തഴക്കവും പഴക്കമുള്ള തലയെടുപ്പുള്ള നേതാക്കൾ ഇതെങ്ങനെ കൈകാര്യം ചെയ്യണം എന്നുള്ളത് തീരുമാനിച്ചൊക്കെയാണ് പോയത്. ഇവിടെ ഈ പറഞ്ഞതുപോലെ ഈ നമ്മുടെ അഖിലേഷ് യാദവും ഇവരും എല്ലാം കൂടെ ചേർന്ന് തീരുമാനിച്ചത് നീറ്റ് പരീക്ഷാ ക്രമക്കേട് ചർച്ച ചെയ്യണം. അപ്പോൾ ആദ്യം സർക്കാർ പറഞ്ഞു ചർച്ചയില്ല എന്നുള്ളൊരു നിലപാടിലേക്കാണ് ആദ്യം സർക്കാർ ബലം പിടിച്ചത്. പക്ഷേ അത് പ്രക്ഷോഭം കൂടുതൽ കടുത്തപ്പോൾ സർക്കാർ പറഞ്ഞു ശരി ചർച്ച ചെയ്യാം. എല്ലാ സർക്കാരുകളും അങ്ങനെയാണ്. ആദ്യമേ വന്ന് എന്തെങ്കിലും ഒരു കാര്യം ചർച്ച ചെയ്യണമെന്ന് പറഞ്ഞാൽ അവരങ്ങനെ പെട്ടെന്ന് വഴങ്ങില്ല. ഒന്നാമത്തെ കാര്യം സഭയുടെ സമയം കളയാനില്ല. 2, ഇവർക്ക് തന്നെ ഒരുപാട് ബില്ലുകളും കാര്യങ്ങളും കൊണ്ടുവരാനുണ്ട്. അതിൻ്റെ പുറത്ത് നിയമനിർമ്മാണം നടക്കണം, അതിൻ്റെ പുറത്ത് ചർച്ചകൾ നടക്കണം, അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർ അനാവശ്യമായി സമയം കളയാൻ ഒരു സർക്കാരും ശ്രമിക്കില്ല, അതിനവർ താല്പര്യപ്പെടില്ല, അവരതിന് വഴങ്ങില്ല. പക്ഷേ ഇത് കുറച്ച് കടുത്തപ്പോൾ സർക്കാർ പറഞ്ഞു ശരി എന്തേലും ആകട്ടെ നമ്മൾ ചർച്ച ചെയ്യാം. അങ്ങനെ ചർച്ച ചെയ്യാമെന്നൊക്കെ ഭരണപക്ഷവും പ്രതിപക്ഷവും തമ്മിലൊരു തീരുമാനം വന്നു. തീരുമാനം വന്നപ്പോഴാണ് കോൺഗ്രസ് പെട്ടെന്ന് പ്ലേറ്റ് മാറ്റിയിട്ട് പറയുന്നു അല്ല, ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജി ആണ് ആവശ്യം. അപ്പോൾ ഈ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയെക്കുറിച്ചും ഇതിനെക്കുറിച്ചുമൊക്കെ ഇവർ നേരത്തെ പ്രതിപക്ഷം തന്നെ ഒരു ചർച്ച ചെയ്ത് അവരൊരു ധാരണ ഉണ്ടാക്കിയിട്ട് ആ ധാരണ കോൺഗ്രസ് തെറ്റിച്ചു. മുന്നണിയെ നയിക്കുന്ന കോൺഗ്രസ് തെറ്റിച്ചപ്പോൾ അതിൽ അഖിലേഷ് യാദവിന് വലിയ വിഷമമുണ്ടായി, അദ്ദേഹത്തിന് എതിർപ്പുണ്ടായി. ഇന്ത്യ മുന്നിൽ അഖിലേഷ് യാദവ് സ്ട്രോങ് ആണ്. അഖിലേഷ് യാദവ് മാത്രമാണ് സ്ട്രോങ് ആയിട്ട് നിൽക്കുന്നത്. ബാക്കി ആരാ ഉള്ള കൂടെ? തൃണമൂലില്ല, DMK ഇല്ല, NCP ഇല്ല, ശിവസേന ഇല്ല. ഇതെല്ലാം പോയി. ഇതെല്ലാം ഒന്നുകിൽ MP-മാർ മറുകണ്ഠം ചാടി NDAയ്ക്ക് ഒപ്പം ചേർന്നു, അല്ലെങ്കിൽ അവരൊരു ബ്ലോക്കായിട്ട്, പ്രത്യേക ബ്ലോക്കായിട്ട് 2 മുന്നണിയിലും പെടാതെ മാറിയിരുന്നു കൊണ്ട് വിഷയാധിഷ്ഠിത പിന്തുണ കൊടുക്കുകയോ വിഷയാധിഷ്ഠിത എതിർപ്പ് ഉയർത്തുകയോ ചെയ്യുന്നു. ഇതൊക്കെയല്ലേ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇവർക്ക് ഈ പറയുന്നത് പോലെ കോൺഗ്രസ്സിന് ഒറ്റയ്ക്ക് നേരിടാനുള്ള ശേഷിയില്ല. അതുകൊണ്ടാണല്ലോ മുന്നണി കൂട്ടുപിടിച്ചിരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ അഖിലേഷ് യാദവിനെ പോലെയുള്ളവരെ, അത് അഖിലേഷ് യാദവ് ഇന്ന് കോൺഗ്രസ് കഴിഞ്ഞാൽ ഏറ്റവും ശക്തമായിട്ട് ഏറ്റവും കൂടുതൽ MP-മാരുള്ള ഒരു കക്ഷിയാണ്. ആ അഖിലേഷ് യാദവിനെ വകവയ്ക്കാതെ, അദ്ദേഹത്തിൻ്റെ വാക്കുകൾ പരിഗണിക്കാതെ, അതിന് വില കൊടുക്കാതെ കോൺഗ്രസ് അങ്ങ് എന്തെങ്കിലും ചെയ്താൽ അത് അതൊരു അപമാനിക്കലല്ലേ? അതിനെ അഖിലേഷ് യാദവ് അംഗീകരിക്കുമോ? അത് സഹിക്കുമോ? ഇല്ല. അത് തന്നെയാണ് അദ്ദേഹം ചെയ്തത്. സഭയ്ക്കുള്ളിൽ അത് വലിയ വിഷയമായി. ഈ പിന്നെ KC വേണുഗോപാൽ, അവിടെ രാഹുൽ ഗാന്ധി LOP ആണ്. അപ്പോൾ ഇത്തരം വിഷയങ്ങളിൽ രാഹുൽ ഗാന്ധിയെ പോലൊരാൾ സംസാരിക്കുകയാണെങ്കിൽ അഖിലേഷ് യാദവ് സ്വാഭാവികമായിട്ടും കുറച്ചൊക്കെ വഴങ്ങിയേക്കും. കാരണം അഖിലേഷ് യാദവിന് തുല്യൻ കോൺഗ്രസ്സിൽ രാഹുൽ ഗാന്ധിയാണ്. കോൺഗ്രസ്സിലെ രാഹുൽ ഗാന്ധിക്ക് തുല്യൻ സമാജ്വാദി പാർട്ടിയിലെ അഖിലേഷ് യാദവാണ്. അല്ലേ? 2 അവർ പ്രധാനപ്പെട്ട നേതാക്കളാണ്. അപ്പോൾ രാഹുൽ ഗാന്ധിക്ക് താഴെയുള്ള ആരെയും അഖിലേഷ് യാദവ് തൻ്റെ താഴെയുള്ള ഒരു നേതാവായിട്ടേ കരുതുള്ളൂ. അയാൾക്ക് എക്സ്പീരിയൻസ് ഉണ്ടോ ഇല്ലയോ? KC വേണുഗോപാൽ ഒരു ചെറിയ നേതാവൊന്നുമല്ല, വലിയ നേതാവ് തന്നെയാണ്. പക്ഷേ അഖിലേഷ് യാദവ് അത് വകവയ്ക്കില്ല, അതിനെ അംഗീകരിക്കില്ല. അദ്ദേഹം ഇപ്പോൾ രാഹുൽ ഗാന്ധി ഒരു കാര്യം പറഞ്ഞാൽ അദ്ദേഹം അതിന് ആ ഒരു അർഹിക്കുന്ന ഗൗരവം കൊടുക്കും. പക്ഷെ അത് മറ്റാരെങ്കിലും കോൺഗ്രസ്സിൽ നിന്ന് പറഞ്ഞ, ഒരു പക്ഷേ പ്രിയങ്ക പറഞ്ഞാൽ പോലും അതിന് അർഹിക്കുന്ന ഒരു പരിഗണന കിട്ടത്തില്ല. അതൊക്കെ ഈ രാഷ്ട്രീയത്തിലെ ചില മാമൂലുകളാണ്. എന്തായാലും ഈ കോൺഗ്രസ്സിന് KC വേണുഗോപാലിന് ഇങ്ങനെ ഒരു വിഷയം വന്നു. അപ്പോൾ KC വേണുഗോപാൽ വലിയ കാര്യത്തിൽ ഇതിനെ എതിർത്തുകൊണ്ട് അദ്ദേഹം അല്ല, അങ്ങനെയല്ല, ഞങ്ങൾ വലിയേട്ടനാണ് എന്നുള്ള രീതിയിൽ പുള്ളി, പൊതുവേ നമുക്കറിയാമല്ലോ കോൺഗ്രസ്സുകാർ മുന്നണിയെ നയിക്കുന്ന പാർട്ടിയാകുമ്പോൾ അവർ അതിൻ്റേതായ ചില ഇതൊക്കെ കാണിക്കും. പക്ഷേ അവിടെ അഖിലേഷ് യാദവ് ആഞ്ഞടിച്ചു, എനിക്ക് നിങ്ങളിൽ നിന്ന് രാഷ്ട്രീയം പഠിക്കേണ്ട കാര്യമില്ല. ആദ്യമേ ചർച്ച ചെയ്തൊരു ധാരണയൊക്കെ ഉണ്ടാക്കിയിട്ട് പിന്നെ ഇങ്ങനെയൊക്കെ ഈ പ്ലേറ്റ് പെട്ടെന്ന് മാറ്റുന്നത് ശരിയല്ല. നോക്കൂ, അവിടെ വലിയ സഭാ നടപടികൾ നിരവധി തവണ നിർത്തിവെക്കേണ്ടി വന്നു, ലോക്സഭയും രാജ്യസഭയും. അപ്പോൾ പ്രതിപക്ഷത്തിൻ്റെ അതിശക്തമായ ഒരു പ്രതിഷേധം അവിടെ ഉയരുമ്പോൾ ആ പ്രതിഷേധത്തിൽ കല്ല് കടിക്കുന്നത് പോലെ ആയി ഈ ഒരു കാര്യം. അതാണ് അഖിലേഷ് യാദവിനെ ചൊടിപ്പിച്ചത്.
അഖിലേഷ് യാദവിനെ കെ.സി. വേണുഗോപാലിനെതിരെ തിരിയാൻ പ്രേരിപ്പിച്ചതും അതാണ്. അതുകൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത് നിങ്ങളിൽ നിന്ന് എനിക്ക് രാഷ്ട്രീയം പഠിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വളരെ കോപാകുലനായി വളരെ രോഷാകുലനായിട്ട് സഭയിൽ പെരുമാറി എന്നാണ് നമുക്ക് വാർത്തകളിൽ നിന്ന് മനസ്സിലാകുന്നത്. ഈ പരീക്ഷാ തട്ടിപ്പിൽ മന്ത്രിയുടെ രാജി മാത്രമാണോ വേണ്ടത്? മന്ത്രി രാജിവെച്ചതുകൊണ്ട് ഈ പ്രശ്നം തീരും. അഖിലേഷ് യാദവും ചോദിക്കുന്നതാണ്, മന്ത്രിയുടെ രാജി ഓക്കെ, മന്ത്രിയുടെ രാജി ആവശ്യപ്പെടണം, അത് പ്രതിപക്ഷത്തിൻ്റെ ധർമ്മമാണ്. അത് പ്രതിപക്ഷം അന്ന് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു. അല്ല, അവർ നേരത്തെയും അവരിതൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷെ പ്രയോറിറ്റി ഏതിന്? അപ്പോൾ അഖിലേഷ് പറയുന്നത്, നോക്കൂ, ഇത് വിദ്യാർത്ഥികളുടെ ഭാവിയെ ബാധിക്കുന്നൊരു വിഷയമാണ്. ധർമ്മേന്ദ്ര പ്രധാൻ പോയി വേറൊരു പ്രധാൻ വന്നതുകൊണ്ട് ഈ പ്രശ്നം അവസാനിക്കുമോ? ഇല്ല. ഇപ്പോൾ പിന്നെ നമ്മുടെ പ്രധാനമന്ത്രി തന്നെ പറഞ്ഞിരിക്കുന്നത് എന്താണ്? അദ്ദേഹം പറഞ്ഞു, ഇത് വിഷയം വളരെ ഗൗരവമുള്ളതാണ്, ഞങ്ങളത് മനസ്സിലാക്കുന്നു, ഞങ്ങൾ വെറുതെ ഈ വിദ്യാർത്ഥികളുടെ ഭാവി വെച്ച് പന്താടാനല്ല ഞങ്ങളുടെ തീരുമാനം, ഇതിന് ഇന്ന നടപടികൾ ഞങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. ഇന്നിപ്പോൾ അദ്ദേഹം ഏറ്റവും ഒടുവിൽ പറഞ്ഞു, അദ്ദേഹം ഈ വിഷയത്തിൽ ആദ്യമായിട്ട് പ്രതികരിച്ചു. അദ്ദേഹം പറഞ്ഞു ഫാസ്റ്റ് ട്രാക്ക് കോടതികൾ സ്ഥാപിക്കും. ഏതാ ഈ നീറ്റ് ക്രമക്കേട്, അറസ്റ്റിലായവരുടെ വിചാരണ തുടങ്ങിയ കാര്യങ്ങൾ, ഇവർക്ക് പിന്നെ ഈ ജാമ്യം കൊടുക്കാതിരിക്കാൻ പരമാവധി ശ്രമിക്കും സർക്കാർ. അതൊക്കെയല്ലേ സർക്കാരിന് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ അവിടെ ഒന്ന് നിയമം വളരെ കർശനമാക്കി ഭാവിയിൽ ഇത് ഈ പറയുന്ന പോലെ കുഴപ്പക്കാരായ ഏതെങ്കിലും ഉദ്യോഗസ്ഥർ വന്നാൽ പോലും അവർ ഈ വഴിവിട്ട് പ്രവർത്തിക്കാൻ ഭയക്കണം. കാരണം തൻ്റെ മുൻഗാമി പോയപ്പോൾ എന്താണോ സംഭവിച്ചത്, ഇപ്പോഴും ജയിലിൽ കിടക്കുകയാണ് എന്നുള്ള തിരിച്ചറിയലും ഒരു ഓർമ്മയും ഈ പിന്നാലെ വരുന്ന ഉദ്യോഗസ്ഥർക്കുണ്ടാകണം. അപ്പോൾ അതിനുവേണ്ടി നിയമം കർക്കശമാക്കുക, നടപടികൾ ശക്തമാക്കുക, ഒപ്പം ഇപ്പോൾ ഫാസ്റ്റ് ട്രാക്ക് കോടതിയൊക്കെ സ്ഥാപിച്ച് വിചാരണ വേഗത്തിലാക്കി അർഹിക്കുന്ന ശിക്ഷ, കുറ്റവാളിയാണെങ്കിൽ അർഹിക്കുന്ന ശിക്ഷ കൃത്യമായിട്ട് വാങ്ങിക്കൊടുക്കുക. ഇതാണ് സർക്കാരിന് ചെയ്യാൻ കഴിയുന്ന കാര്യം. അപ്പോൾ അതാണ് അതിനകത്തൊരു പൊളിറ്റിക്സ് കൂടെ ഉണ്ട്. നോക്കൂ, ഇവർ ഈ വിഷയവും പൊക്കിപ്പിടിച്ച് വരുമ്പം ആ വിഷയത്തിൽ സർക്കാർ ചെയ്യാവുന്ന എല്ലാ കാര്യങ്ങളും ചെയ്തു എന്ന് സർക്കാരിന് കൃത്യമായിട്ട് ജനങ്ങളുടെ മുന്നിൽ പറയാം. അവിടെ അക്കൗണ്ടബിലിറ്റി സർക്കാരിന് കിട്ടിക്കഴിയും. അപ്പോൾ അഖിലേഷ് യാദവും നോക്കുന്നതാണ്, രാഷ്ട്രീയമായിട്ട് സർക്കാരിനും BJPക്കും NDAയ്ക്കും ഒരു നേട്ടമുണ്ടാകരുത്. അതിന് ഈ വിഷയം പാർലമെൻറ്റിൽ ചർച്ച ചെയ്യണം. ചർച്ചയ്ക്ക് വരുമ്പോഴേ ഇവർക്ക് പറയാനുള്ളതെല്ലാം പറയാൻ കഴിയുള്ളൂ. ഇതാ ഇന്ന കുഴപ്പങ്ങൾ ഇവിടെ നടന്നിട്ടുണ്ട്. മറ്റത് സർക്കാർ ഏകപക്ഷീയമായിട്ട് അന്വേഷണം നടത്തി പ്രതികളെ പിടികൂടി അവരെല്ലാം റിമാൻഡിലാണ്, ഫാസ്റ്റ് ട്രാക്ക് കോടതി സ്ഥാപിക്കും, എല്ലാവരെയും ശിക്ഷിക്കും, വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യും എന്ന് പറഞ്ഞാൽ തീരുമോ? ഒരു ജനാധിപത്യ സംവിധാനത്തിൽ അത് തീരുമോ? അല്ല, അങ്ങനെ പാടില്ല. അപ്പോൾ പ്രതിപക്ഷത്തിന് അവിടെ സംസാരിക്കാനുള്ള അവസരമുണ്ട്. ആ അവസരം ഭരണപക്ഷവും ലോക്സഭയും ഒക്കെ അംഗീകരിച്ച്, സ്പീക്കറൊക്കെ അംഗീകരിച്ച് കൊടുക്കുമ്പോൾ അതിനകത്ത് കൊണ്ടുവന്ന് ഈ മറ്റേ കുളം കലക്കാൻ ശ്രമിക്കുന്നത് കോൺഗ്രസ് കാണിച്ച അബദ്ധമാണത്. അത് രാഹുൽ ഗാന്ധിയുടെയോ കെ.സി. വേണുഗോപാലിൻ്റെയോ ആരുടേതാണെങ്കിലും അതൊരു പക്വതയില്ലാത്ത ഇതായിപ്പോയി, പെരുമാറ്റമായിപ്പോയി. അവിടെ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചിട്ടേ ഞങ്ങളിനി സംസാരിക്കുകയുള്ളൂ എന്ന് പറയുന്നത്, അങ്ങനെ ആയിരുന്നു ആദ്യത്തെ ധാരണയെങ്കിൽ കുഴപ്പമില്ല. ഇത് മറിച്ചൊരു ധാരണ ഉണ്ടാക്കിയിട്ട് അഖിലേഷ് യാദവും കൂട്ടരും ആ ധാരണയ്ക്കനുസരിച്ച് മുന്നോട്ട് പോകുമ്പോൾ കോൺഗ്രസ് മാത്രം പ്ലേറ്റ് മാറ്റി വേറൊരു ആവശ്യമായിട്ട് മുന്നോട്ട് വരുന്നത് ഈ വിഷയത്തിൻ്റെ ഗൗരവത്തെ ചോർത്തിക്കളയും. അപ്പോൾ അദ്ദേഹം ചോദിക്കുകയും ചെയ്തു, നിങ്ങൾ BJP ആയിട്ട് ധാരണയായോ എന്ന് പോലും സഭയ്ക്കുള്ളിൽ ചോദിച്ചു അഖിലേഷ്. എന്നുവെച്ചാൽ നിങ്ങൾ BJP ആയിട്ട് അണ്ടർസ്റ്റാൻഡിങ്ങിലാണോ ഈ കാര്യം ചെയ്യുന്നത്, എങ്കിൽ പിന്നെ ഞങ്ങളെന്തിന് മെനക്കെടുത്തി എന്നുള്ളതാണ് ആ ചോദ്യത്തിൻ്റെ അർത്ഥം. അപ്പോൾ അങ്ങനെ വളരെ ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിലേക്ക് ആ വിഷയത്തെ കോൺഗ്രസ് കൊണ്ടെത്തിച്ചു. അത് അഖിലേഷ് യാദവ് അല്ല എത്തിച്ചത്, കോൺഗ്രസ്സാണ് കൊണ്ടെത്തിച്ചത്. അതിൻ്റെ ഒരു ഭാഗമായിട്ടാണ് ഇത് വന്നപ്പോൾ ലോക്സഭയ്ക്കുള്ളിൽ പ്രതിപക്ഷത്ത് തന്നെ ഭിന്നത. ഇപ്പോൾ BJPയെ സംബന്ധിച്ചിടത്തോളം അവർ കയ്യും കെട്ടിയിരുന്ന് ചിരിക്കും. കാരണം എന്താ, നിങ്ങളാദ്യം ഒരു തീരുമാനത്തിലെത്ത്, ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെക്കണോ അതോ ഇത് ചർച്ച ചെയ്യണോ, അത് നിങ്ങളുടെ തർക്കം ആദ്യം തീർക്ക് എന്ന് പറയാനൊരു അവസരം ബോൾ കൊണ്ട് BJPയുടെ കോർട്ടിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഗോളടിച്ചോ എന്ന് പറയുന്നത് പോലെയല്ലേ സംഭവിച്ചത് വാസ്തവത്തിൽ. അപ്പോൾ അതാണ് അവിടുത്തെ വിഷയം. അതിനകത്ത് അഖിലേഷിൻ്റെ രാഷ്ട്രീയ നിലപാട്. കോൺഗ്രസ് മണ്ടത്തരം കാണിച്ചു അല്ലെങ്കിൽ അബദ്ധം കാണിച്ചു എന്നുള്ളതാണ്. ഒരു പക്ഷേ പെട്ടെന്ന് ആലോചിക്കാതെ ഉണ്ടായ ഒരു സംഭവ വികാസമായിരിക്കും. ഇപ്പോൾ രാഹുൽ ഗാന്ധിക്ക് പരിക്കേൽക്കുക എന്നൊക്കെ പറയുമ്പോൾ തീർച്ചയായിട്ടും കോൺഗ്രസ്സുകാരുടെ ഒരു വികാരം വ്രണപ്പെടുത്തും. അവർ ചെറിയ കാര്യമായിട്ടല്ല അതിനെ കാണുന്നത്, അതിനെ ഒരു വലിയ വിഷയമായിട്ട് തന്നെ അവരതിനെ കാണും. അങ്ങനെ അവർ ഒരു എന്താ പറയുക, വൈകാരികമായിട്ട് അങ്ങ് ഇടപെട്ടു പോയി. അപ്പോൾ രാഹുൽ ഗാന്ധിയൊക്കെ ആക്രമിച്ചു എന്ന് പറയുമ്പോൾ ധർമ്മേന്ദ്ര പ്രധാൻ രാജിവെച്ചേ മതിയാവുള്ളൂ എന്നൊരു
അതായിരിക്കാം സംഭവിച്ചത്. പക്ഷേ അതൊരു എടുത്തുചാട്ടമായിപ്പോയി, സാഹസമായിപ്പോയി. പാർലമെൻറ്റ് നടപടികൾ വളരെ ശ്രദ്ധാപൂർവം എന്താ പറയുക, പ്ലാൻ ചെയ്ത് ആസൂത്രിതമായിട്ട് നടപ്പാക്കേണ്ടതാണ്. അവിടെ പ്രത്യേകിച്ച് ഒരു മുന്നണി സംവിധാനത്തിലാവുമ്പോൾ വിട്ടുവീഴ്ചകളും ചർച്ചകളും ഒക്കെ ചെയ്ത് മുന്നണിയുടെ ആവശ്യമായിട്ടാണ് വരുന്നത്. അവിടെ ഈ പറഞ്ഞതുപോലെ പെട്ടെന്ന് ഇങ്ങനെ കോൺഗ്രസ് പെട്ടെന്ന് എടുത്തിയാടി എന്തെങ്കിലും ചെയ്യുന്നത് ശരിയായ കാര്യമല്ല. അത് വലിയ ദോഷമുണ്ടാക്കും കോൺഗ്രസ്സിന് തന്നെ. ഇവിടെ ഇപ്പോൾ എന്തായാലും സഭയ്ക്കുള്ളിൽ നടന്ന പോര്, രൂക്ഷമായ പോര് നടന്നു. KC വേണുഗോപാൽ ഒട്ടും വിട്ടുകൊടുക്കാൻ തയ്യാറായില്ല. പക്ഷേ അദ്ദേഹത്തിന് പിന്നീട് അപകടം മനസ്സിലായി. എന്തായാലും അത് സഭയ്ക്കുള്ളിൽ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ അത് സംസാരിച്ച് തീർത്തു. എന്നിട്ട് പുറത്ത് വന്നിട്ട് അഖിലേഷ് യാദവ് പറഞ്ഞു, അതൊരു ജനാധിപത്യ സംവിധാനത്തിൽ ഇതൊക്കെ പതിവുള്ളതാണ്, ഞങ്ങളും കോൺഗ്രസും തമ്മിലൊരു ചെറിയൊരു സംസാരം ഉണ്ടായി, അതവിടെ കഴിഞ്ഞു എന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷയത്തെ മയപ്പെടുത്തി. സത്യത്തിൽ പക്ഷേ മാധ്യമങ്ങളെല്ലാം വളരെ കാര്യമായിട്ട് തന്നെ ആ വിഷയത്തെ എടുത്തു. ഇന്നിപ്പം രാവിലെ ഓൺലൈനുകളിലും മറ്റും സോഷ്യൽ മീഡിയയിലുമൊക്കെ ഇതിൻ്റെ ട്രോളുകളൊക്കെ വന്ന് നിറഞ്ഞിട്ടുണ്ട്. കോൺഗ്രസ്സിന് സത്യത്തിൽ അതൊരു നാണക്കേടാണ്. രാഹുൽ ഗാന്ധിയെ സംബന്ധിച്ചിടത്തോളം പ്രത്യേകിച്ച്. രാഹുൽ ഗാന്ധിക്ക് നന്നായിട്ട് കഴിഞ്ഞ 13 വർഷമായിട്ട് നിർജീവമായിരുന്ന ഒരു പ്രതിപക്ഷ നേതാവെന്ന ആക്ഷേപം നേരിട്ടുകൊണ്ടിരുന്ന രാഹുൽ ഗാന്ധി കഴിഞ്ഞ ദിവസം നിയമവിരുദ്ധമായിട്ടാണെങ്കിലും പ്രധാനമന്ത്രിയുടെ വസതിക്ക് മുന്നിൽ പോയി ധർണ ഇരിക്കാനൊക്കെ കാണിച്ച ആ ഒരു എന്താ പറയുക, ആ ധൈര്യം, അത് രാഹുൽ ഗാന്ധിക്ക് ഒരു മൈലേജ് എവിടെയൊക്കെയോ ഉണ്ടാക്കി കൊടുക്കുന്നുണ്ട്. പക്ഷേ ആ മൈലേജിനെ തകർക്കുന്ന, അതിനെ തളർത്തുന്ന ഒന്നായിപ്പോയി സഭയ്ക്കുള്ളിൽ ഇന്നലെ അഖിലേഷ് യാദവും KC വേണുഗോപാലും കൂടി നടന്ന ഈ വാക്പോര്. ഈ കോൺഗ്രസ് തീരുമാനിക്കട്ടെ, കോൺഗ്രസ് പരസ്പരം വിട്ടുവീഴ്ചയും സഹകരണവും ഒക്കെ നടത്തി മുന്നോട്ട് പോട്ടെ. എന്തായാലും ജനങ്ങളെ സംബന്ധിച്ചിടത്തോളം നീറ്റ് പരീക്ഷ സുഗമമായി നടക്കണം, സുതാര്യമായി നടക്കണം, സത്യസന്ധമായി നടക്കണം. അതിനകത്ത് ക്രമക്കേടുകൾ ഉണ്ടാകരുത്. ഒരു കാരണവശാലും ചോദ്യപേപ്പർ ചോരരുത്. ഏതാണ്ട് 22 ലക്ഷം കുട്ടികളാണ് ശരാശരി നീറ്റ് എഴുതുന്നത്. സീറ്റുകളാണെങ്കിലോ 1,00,000 സംതിങ് എത്രയോ, എനിക്ക് തോന്നുന്നു 1.5 ലക്ഷത്തോളം സീറ്റുകളെ, 1.5 ലക്ഷത്തിൽ താഴെ സീറ്റുകളേ ഉള്ളൂ. പിന്നെ 26,000 സീറ്റ് ഡെൻ്റലിൻ്റേതുണ്ട്. ഇത് രണ്ടും കൂടെ വരുമ്പോൾ തന്നെ ഏതാണ്ട് 1.25 ലക്ഷത്തിന് താഴെ ഉള്ളൂ സീറ്റുകൾ. പക്ഷേ പരീക്ഷ എഴുതുന്നത് 22 ലക്ഷം വിദ്യാർത്ഥികളാണ് ഓരോ വർഷവും. ഇത് കൂടി വരികയുള്ളൂ. അപ്പം അതിനനുസരിച്ച് ഇനിയിപ്പോൾ MBBS സീറ്റൊക്കെ കൂടും. ഇപ്പോൾ മെഡിക്കൽ കോളേജുകളുടെയൊക്കെ എണ്ണമൊക്കെ കൂടിയിട്ടുണ്ട്, സ്വകാര്യ ആശുപത്രികളുടെ എണ്ണം കൂടിയിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡോക്ടർമാരുടെ എണ്ണവും ഭാവിയിൽ വർദ്ധിക്കും. അവിടെ ഈ ജനങ്ങളുടെ ആവശ്യം ക്രമക്കേടില്ലാതെ ഈ പരീക്ഷ നടക്കണം, സുഗമമായിരിക്കണം, സത്യസന്ധമായിരിക്കണം, സുതാര്യമായിരിക്കണം. ഒരു വിധത്തിലുള്ള മാൽ പ്രാക്ടീസും അതിനകത്ത് വരരുത് എന്നുള്ളതാണ്. അതാണ് രാഷ്ട്രീയം. അതിനെ വളരെ കൃത്യമായിട്ട് പോയിൻ്റ് ഔട്ട് ചെയ്ത് സംസാരിക്കാനാണ് ഈ ഇന്ത്യ സഖ്യം ആദ്യം തീരുമാനിച്ചത്. പിന്നെ കോൺഗ്രസ് ഇടയ്ക്ക് എന്തോ കാരണവശാൽ ധർമ്മേന്ദ്ര പ്രധാൻ്റെ രാജിയും ആയിട്ട് മുറവിളിയുണ്ട് മുന്നോട്ട് പോയി. ഇപ്പം തന്നെ കണ്ടില്ലേ, ശരത് പവാർ പോലും അപ്പുറത്തേക്ക് മാറിക്കഴിഞ്ഞു. ഏതാണ്ട് DMK അവരുടെ തടിയിൻ്റെ ഊരിക്കൊണ്ട് പോയി. ഇനിയിപ്പോൾ സത്യത്തിൽ അഖിലേഷ് മാത്രമേ കൂടെ ഉള്ളൂ. തൃണമൂല് നിലം പരിശായി കഴിഞ്ഞു. തൃണമൂലിലെ MPമാരെല്ലാം NDAയിലേക്ക് ചേക്കേറി കഴിഞ്ഞു. അതുപോലെ തന്നെ ശിവസേന. ഇനി ആരാ ഉള്ളത്? വേറെ ആരും കൂട്ടിനില്ല, അഖിലേഷ് യാദവ് മാത്രമേ ഉള്ളൂ. അപ്പോൾ കുറഞ്ഞപക്ഷം കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ മുന്നേറാനാണ് കോൺഗ്രസ്സിന് താല്പര്യമെങ്കിൽ SP സമാജ്വാദി പാർട്ടിയും അഖിലേഷ് യാദവുമായിട്ട് നല്ലൊരു ധാരണയിൽ പോവുകയാണ് വേണ്ടത്. മറിച്ച് അല്ലാതെ എന്തെങ്കിലുമൊക്കെ ബഹളം കൂട്ടി മോദിയെ പിടിച്ചു കെട്ടാമെന്നാണ് രാഹുൽ ഗാന്ധിയും KC വേണുഗോപാലും ധരിക്കുന്നതെങ്കിൽ അത് മലർപ്പൊടിക്കാരൻ്റെ സ്വപ്നമാണ്. ഒരു കാരണവശാലും അത് വിജയിക്കാനുള്ള സാധ്യത സമീപഭാവിയിലെങ്ങും കാണുന്നില്ല.